പിന്നെ നമുക്ക് എറണാകുളത്തേക്ക് പോകാം അല്ലേ? യെസ്, അതങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആദ്യം 1 മണിക്കൂർ പിന്നിടുമ്പോൾ എറണാകുളത്തടക്കം എന്ത് സംഭവിക്കുന്നു എന്നറിയണം. ഏറെക്കുറെ എല്ലാ ജില്ലകളിലും എന്ന് വെച്ചാൽ വലിയൊരു ആവേശം വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല അല്ലെ? എന്ന് വെച്ചാൽ ഒരു ശാന്തമായ പോളിംഗ് ആദ്യ 1 മണിക്കൂറിൽ. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതു സ്വഭാവമാണ്. എല്ലാ കുറിയും ആദ്യഘട്ട മണിക്കൂറുകളിൽ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു ആവേശം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കാണാറില്ല. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പക്ഷേ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടെന്നാണല്ലോ പറയുന്നത്. സാമ്പിൾ വെടിക്കെട്ടാണെങ്കിൽ കൂടിയും എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്ന സ്വഭാവം അത് ഇപ്രാവശ്യം ആവർത്തിക്കുന്നു എന്നാണ്. വലിയൊരു ആവേശമോ തള്ളിച്ചയോ കാണുന്നില്ല. കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ ഇപ്പോൾ ഏത് പോളിംഗ് ബൂത്തിന് മുന്നിലാണ് നിൽക്കുന്നത്? കൊച്ചിയിൽ പലയിടത്തും പല ബൂത്തുകളിലും ഇത്തരത്തിൽ നേരത്തെ കൊല്ലത്ത് പറഞ്ഞതിന് സമാനമായ സംഭവങ്ങൾ, ഈ മെഷീൻ കേടാകുന്ന അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എവിടെയെങ്കിലും ഈ വോട്ടിംഗ് ആരംഭിക്കാൻ വൈകുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ഞാൻ SNDP ഹാൾ മാമംഗലമുള്ള SNDP ഹാൾ പോളിംഗ് സ്റ്റേഷനിലാണ് ഞാനുള്ളത്. ഇവിടെ 3 ബൂത്തുകളിലായി പോളിംഗ്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിരുന്നു. ഇവിടെ ആദ്യം വോട്ട് ചെയ്തത് ഹൈബീഡൻ MP ആണ്. ഹൈബീഡൻ MP രാവിലെ 7 മണിക്ക് തന്നെ എത്തി ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഏതായാലും വലിയ തോതിൽ തിരക്ക് ഈ പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ, അതുപോലെ എല്ലാ സ്ഥലത്തുമൊക്കെ തന്നെ ഇത്തരത്തിൽ രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ആളുകൾക്ക് തന്നെ രാവിലെ എത്തി വോട്ട് ചെയ്ത് മടങ്ങി പിന്നീട് ഈ തിരക്ക് ഒഴിവാക്കാം. പിന്നീടൊക്കെ സമയമായി കഴിഞ്ഞാൽ വലിയ തിരക്കിലേക്ക് വലിയ ക്യൂ ഒക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തി വോട്ട് ചെയ്ത് മടങ്ങാമെന്നൊരു ധാരണയിലാണ് ഈ ആളുകളൊക്കെ തന്നെ നേരത്തെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മറ്റൊരു കാര്യം, ഈ എവിടെയെങ്കിലും വോട്ടിംഗ് മുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. അത് ഈ മൂവാറ്റുപുഴ നഗരസഭയിലെ 3-ാം വാർഡ് ഇലാഹിയ സ്കൂൾ ബൂത്തിൽ രാവിലെ വോട്ടിംഗ് യന്ത്രത്തിന് ഈ പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ തകരാറുണ്ടായിരുന്നു. തുടർന്ന് അവിടെ കുറച്ച് സമയം അവിടെ ഈ വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 7:40 കൂടിയാണ് അവിടെ വോട്ടിംഗ് യന്ത്രം വീണ്ടും പ്രശ്നം പരിഹരിച്ച് അവിടെ ഈ പോളിംഗ് പുനരാരംഭിച്ചത്. രാവിലെ ഈ ഹൈബീഡൻ MP ഇവിടെ വോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. UDF പ്രത്യേകിച്ച് ഈ കൊച്ചി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുമൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം മലയടിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലേക്കാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത്. ഉമാ തോമസ് MLA അടക്കമുള്ളവർ രാവിലെ വോട്ട് ചെയ്തിരുന്നു. അല്പസമയത്തിനകം ഈ വാർഡിൽ തന്നെയാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് കരുതപ്പെടുന്ന വനിതാ സ്ഥാനാർത്ഥിയായ ദീപ്തി മേരി വർഗീസ് അടക്കമുള്ളവർ വോട്ട് ചെയ്യാനായി എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വലിയ തിരക്കൊക്കെ ഇവിടെ തന്നെയുണ്ട്. വലിയ ഇതിന്റെ സജ്ജീകരണങ്ങളൊക്കെ തന്നെ, ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായതായി കഴിഞ്ഞ ദിവസം തന്നെ കളക്ടർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ ആളുകളുടെ കൂടി പ്രതികരണം, രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വന്നത് ഈ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണോ? അതെ, തിരക്ക് ഒഴിവാക്കാൻ. എത്ര നേരം കാത്തിരിക്കുന്നു? ഇപ്പം വന്നിട്ടുള്ളൂ. അപ്പം ഈ ആളുകളൊക്കെ തന്നെ രാവിലെ ഈ തിരക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി രാവിലെ തന്നെ ആളുകൾ, നമ്മൾ നേരത്തെ ഒരു സ്കൂളിൽ പോയിരുന്നപ്പോൾ അവിടെ 6:10 തന്നെ ഒരു രണ്ടുപേർ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവർ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. പിന്നീട് വരാനുള്ള മടി കാരണം പള്ളിയിൽ പോയ ശേഷം നേരെ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ചേട്ടാ നേരത്തെ വന്നത് തിരക്കൊഴിവാക്കി പോകാൻ വേണ്ടിയാണോ? തിരക്കൊഴി മകൻ ഡോക്ടറാണ്. അപ്പൊ അതിന് പിന്നെ ആശുപത്രി പോകണം. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി മുഴുവനായിട്ട് കാറിന് വന്നിട്ട് വേഗം തന്നെ കാലത്ത് ചെയ്തിട്ട് പോകാന്നുള്ള ഉദ്ദേശം വന്നു. രാവിലെ വരുമ്പോൾ തിരക്കൊരു കുറവായിരിക്കും. ഞാനിപ്പോ വന്നോളൂ, പക്ഷെ അത്യാവശ്യം കാണുന്നുണ്ട് ഇവിടെ തിരക്ക്. ഈ രാവിലെ തന്നെ ഈ ആളുകളൊക്കെ തന്നെ തിരക്കൊഴിവാക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ തിരക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഏതായാലും എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. രാവിലെ തന്നെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലൊരു വോട്ടിംഗ് നിർത്തിവെക്കേണ്ടതായോ അല്ലെങ്കിൽ ഏതെങ്കിലും വോട്ടിംഗ് യന്ത്രം തകരാറായതോ അറിയാൻ സാധിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥി മരിച്ചു. എറണാകുളം പിറവം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥി മരിച്ചത്. തുടർന്ന് 10-ാം വാർഡ് UDF സ്ഥാനാർത്ഥി CS സാബുവാണ് അവിടെ മരിച്ചത്. അവിടുത്തെ ഇലക്ഷൻ മാറ്റിവെച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങനെ എറണാകുളത്തെ പോളിംഗും വലിയ തോതിൽ തന്നെ തുടരുന്നുണ്ട്. വലിയ തിരക്കിലേക്ക് വരും മണിക്കൂറുകളിൽ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യെസ്, ഇപ്പോൾ ആദ്യ മണിക്കൂറിൽ എറണാകുളത്തും മറ്റെല്ലാ ജില്ലകളിലും കാര്യമായ തിരക്ക് അല്ലെങ്കിൽ കാര്യമായ ഒരു ആവേശം വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. അത് പതിയെ അടുത്ത മണിക്കൂറുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ തിരക്കുണ്ടാകും. 8 മണിയായതല്ലേ ഉള്ളൂ. തീർച്ചയായും ഇതിപ്പോ രാവിലെ ആയതിന്റെ ഒരു ആലസ്യത്തിലായിരിക്കാം വോട്ടേഴ്സ് എല്ലാം തന്നെയാണ് കരുതുന്നത്. പക്ഷേ പലയിടത്തും തിരുവനന്തപുരത്തൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, വലിയ നിര തന്നെ പല പോളിംഗ് സ്റ്റേഷനുകളിലും ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് പല പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ.
ഏതായാലും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് പോയേക്കാവുന്ന തീരുമാനത്തിൽ തന്നെയാണുള്ളത്. പല ആളുകളെ നമ്മൾ കണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് എത്തി വോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ UDF കൺവീനർ കടകംപള്ളി സുരേന്ദ്രൻ എത്തി വോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. KC വേണുഗോപാൽ എത്തി വോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും, ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രവർത്തകരും രാവിലെ തന്നെ വന്ന് 7 മണിയോടുകൂടി തന്നെ വോട്ട് ചെയ്ത് ആ ഒരു ജോലി അങ്ങ് തീർത്ത് പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്കാണെന്ന് തോന്നുന്നു. ആദ്യ മണിക്കൂറിലെ പോളിംഗിന്റെ ഒരു അനൌദ്യോഗിക കണക്കിപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആദ്യ മണിക്കൂർ 2.1% പോളിംഗ് ആണ്. കഴിഞ്ഞ കുറി അത് 69 പത്തനംതിട്ടയിൽ 1.5 ആണ്. കോട്ടയത്തേക്ക് വരുമ്പോൾ 1.8%, ആലപ്പുഴയിൽ 2.3%, ഇടുക്കിയിൽ 2.3%, എറണാകുളത്ത് 2.6%. അങ്ങനെ ഏറെക്കുറെ പൊതുവെ നമ്മൾ എടുക്കുമ്പോൾ 2%, 2.5% ഒരു ആവറേജ് ആക്കി എടുക്കാം ആദ്യത്തെ ഒരു മണിക്കൂർ. അതൊരു അനൌദ്യോഗിക കണക്കാണ്. ഔദ്യോഗികമായി ആദ്യ മണിക്കൂറിലെ പോളിംഗ് എത്ര കണ്ട് ഭേദപ്പെട്ട പോളിംഗ് ആണോ, കാര്യമായ പോളിംഗ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ചിത്രം വരാൻ കുറെ കൂടി സമയം വേണ്ടി വരും. തീർച്ചയായും 1 മണിക്കൂറല്ലേ പിന്നിടുന്നുള്ളൂ. നമുക്ക് ഏതായാലും കാത്തിരിക്കാം.